ഡിസംബർ 10 ആഗമനകാലത്തിലെ 2-ാം വാരത്തിലെ ബുധനാഴ്ച. മത്തായി 11:28 മുതൽ 30 വരെ വാക്യങ്ങൾ. ക്യാൻസർ ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ രോഗത്തെ ദൈവത്തിൻ്റെ സമ്മാനമായി കണക്കാക്കി. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എഴുതി, മുൻകാലങ്ങളിൽ ഞാൻ പ്രാധാന്യം നൽകിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ വളരെ നിസ്സാരമായി തോന്നുന്നു. ദൈവം വളരെ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. എനിക്ക് എപ്പോഴും ദൈവത്തോട് അടുപ്പം തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നു. അവൻ എന്നെ എല്ലാ കാലത്തേക്കാളും സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അവൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കാൻ കഴിയും. അതെല്ലായ്പ്പോഴും ഉണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതായി എനിക്ക് തോന്നുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ക്ഷീണിതരും ഭാരമുള്ളവരുമായ എല്ലാവരും തൻ്റെ അടുക്കൽ വരാൻ യേശു ക്ഷണിക്കുന്നു. നാം അവൻ്റെ അടുക്കൽ വന്നാൽ അവൻ നമുക്ക് വിശ്രമം നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അവൻ നൽകുന്ന വിശ്രമം നമ്മെ നവീകരിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ക്ഷീണിതരോ വൈകാരികമായി തളർന്നുപോയവരോ നിരാശരോ ഉപേക്ഷിക്കപ്പെട്ടവരോ വിഷാദ രോഗികളോ ആയ ഏതൊരാൾക്കും യേശു വിശ്രമം നൽകുമെന്ന അവിടുത്തെ ആശ്വാസകരമായ വാഗ്ദാനത്താൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തേജനം ലഭിക്കും. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ആശങ്കയാകാം, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ ജോലിയുടെ ഉത്തരവാദിത്തങ്ങളിൽ അമിത ഭാരം തോന്നലാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒറ്റപ്പെടലാകാം. നമ്മളിൽ പലരും ഒരു പരിധിവരെ ക്ഷീണിതരാണെന്ന് ഞാൻ കരുതുന്നു. വലുതോ ചെറുതോ ആയ ഈ പ്രശ്നങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുകയും ദുഃഖിപ്പിക്കുകയും ക്ഷീണിതരാക്കുകയും ചെയ്യുന്നു. ഇവ വളരെ കാലം പരിഹരിക്കപ്പെടാതെ പോകുമ്പോൾ നാം നിരാശരാകുകയും വിഷാദത്തിലാകുകയും ചെയ്യും. നമ്മുടെ ആശങ്കകളും ക്ഷീണവും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഉടനടി മാന്ത്രികമായി എല്ലാം ശരിയാക്കിയാൽ അത് അതിശയകരമായിരിക്കും. എന്നാൽ നമുക്കറിയാം, അങ്ങനെയല്ല ഇത് സാധാരണ സംഭവിക്കുക. നമ്മുടെ ആശങ്കകൾ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവും. എന്നിരുന്നാലും നാം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ശക്തി യേശു നമുക്ക് നൽകും. അത് പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ നുകം ഏറ്റെടുക്കുക എന്നാൽ അവൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുകയും അവൻ്റെ മാതൃക പിന്തുടരുകയും ചെയ്യുക എന്നതാണ്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുകയും നമ്മെ നയിക്കാൻ അവനെ അനുവദിക്കുകയും ചെയ്യുക എന്നാണ്. നമ്മുടെ പോരാട്ടങ്ങൾ ഉപേക്ഷിക്കുകയും പകരം അവൻ്റെ സമാധാനം സ്വീകരിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതം വെല്ലുവിളികളിൽ നിന്ന് മുക്തമാകുമെന്നല്ല ഇതിനർത്ഥം, മറിച്ച് അവയെ നേരിടാനുള്ള ശക്തിയും പിന്തുണയും നമുക്ക് ലഭിക്കുമെന്നാണ്. യേശു നമ്മുടെ ആത്മാവിന് വിശ്രമം വാഗ്ദാനം ചെയ്യുന്നു. ശാരീരിക വിശ്രമത്തിനപ്പുറം ആഴത്തിലുള്ള ഒരു ആത്മീയ വിശ്രമം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്തുന്നതിനെക്കുറിച്ചും അവൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിനെക്കുറിച്ചും അവൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണെന്ന് അറിയുന്നതിനെക്കുറിച്ചുമുള്ള ഒരു വിശ്രമമാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം സമ്പാദിക്കേണ്ടതില്ലെന്ന് അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിശ്രമമാണിത്. അത് യേശുവിലൂടെ നമുക്ക് ഇതിനകം സൗജന്യമായി ദൈവം നൽകിയിരിക്കുന്നു.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.